ഹായ് ഹലോ, ഇന്ന് നമ്മൾ എൻ ടി സ്കാനിങ്ങിനെ കുറിച്ച് നോക്കുന്നത്. എൻ ടി സ്കാനിങ് എന്തിനാണ് ചെയ്യുന്നത്? ഇതൊരു സാധാരണ സ്കാനിങ് അല്ല. അപ്പോൾ ഇത് എന്താണ്, എന്തിനാണ്, എപ്പോഴാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ചെറുതായിട്ട് നമുക്ക് നോക്കാം. ഡൗൺ സിൻഡ്രോം പോലുള്ള ക്രോമസോമൽ പ്രശ്നങ്ങളെ നിർണ്ണയിക്കാനും കുഞ്ഞിന്റെ വളർച്ചയെ കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കുന്നു. അത് എപ്പോഴാണ് നടത്തേണ്ടതെന്ന് നോക്കാം. 11 മുതൽ 13 ആഴ്ച വരെയിലാണ് ഇത് നടത്തുക. ഇതിന് ഏറ്റവും ബെറ്റർ ആയ സമയം എന്ന് പറയുന്നത് 13ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാണ് എൻ ടി സ്കാനിങ് നിർബന്ധമായിട്ടും ഡോക്ടർമാർ ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ചാൽ, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന കൂടുതൽ പരിശോധനകളുടെയും ആവശ്യം നിർണ്ണയിക്കാൻ. അതേപോലെ തന്നെ റിസ്ക് അസസ്മെന്റ് ടൂൾ മാത്രമാണ് ഈ ക്രോമസോമൽ അസാധാരണത്തെ തിരിച്ചറിയുക. അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഹൃദയത്തിന്റെയോ എല്ലുകളുടെയോ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. എൻ ടി സ്കാനിന്റെ ഫലം എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ, അമ്മയുടെ പ്രായം, അതുപോലെ തന്നെ രക്തപരിശോധന, അതുപോലെ ഡബിൾ മാർക്ക് ടെസ്റ്റ്, അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈ സ്കാനിങ് ടെസ്റ്റ് എന്നിവയൊക്കെ കൂടി സംയോജിപ്പിച്ചിട്ടാണ് റിസ്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഈ റിസൾട്ട് എന്താണ് പറയുന്നത് വെച്ചാൽ, കുഞ്ഞിന്റെ കഴുത്തിന്റെ പിന്നിലെ തിക്നെസ് കൂടിയാൽ ചില പ്രശ്നങ്ങൾക്ക് റിസ്ക് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഫൈനൽ ഒരു ഡിസിഷനൊന്നും അല്ല. എങ്കിലും ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി കൂടുതൽ ടെസ്റ്റുകൾ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് പരിശോധിക്കാൻ മാത്രം വേണ്ടി ചെയ്യുന്നതാണ്. ഭയപ്പെടേണ്ടതുണ്ടോ ചോദിച്ചാൽ, എൻ ടി സ്കാൻ റിസൾട്ട് അല്പം ഹൈ ആയാലും അതുകൊണ്ട് കുഞ്ഞിന് പ്രശ്നമുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഡോക്ടർ ഇനി വരുന്ന ആഴ്ചകൾക്ക് ഒരുപാട് ടെസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യും, കൂടുതലാണെങ്കിൽ തന്നെ. ഈ സ്കാനിങ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റത്തെ വരിയാണ്. എന്നാലും അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്ന്, കാർഡിയക് ആക്ടിവിറ്റീസ് അത് നമുക്ക് ഗുഡാണ്. അതുപോലെ തന്നെ ഫീറ്റൽ മൂവ്മെന്റ്സ് ഉണ്ട്, അതും പ്രസന്റ് ആണ്, അതൊന്നും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 വരിയിൽ ഏറ്റവും രണ്ടാമത്തെയാണ് ഈ ക്രോമസോമിനെ കുറിച്ച് പറയുന്നത്. ഇതാണ് നോ സോഫ്റ്റ് യൂസേജ് USG marker for the chromosomal aneuploidy noted on the current scan. എന്ന് വെച്ചാൽ ഈ അന്യൂപ്ലോയിഡി എന്ന് വെച്ചാൽ നമ്മുടെ ക്രോമസോം സാധാരണയേക്കാൾ കൂടുതൽ കോശങ്ങളിലെ ക്രോമസോം കാണുന്നുണ്ടോ എന്നാണ് ഇവിടെ നോട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോൺ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് നോ സോഫ്റ്റ് UCG മാർക്കർ ഇതിൽ കാണുന്നില്ല. ഇപ്പോൾ കറക്റ്റ് സ്കാനിങ്ങിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് തന്നിരിക്കുന്നത് നമ്മുടെ ഡബിൾ മാർക്കിന്റെ ടെസ്റ്റാണ്. ഡബിൾ മാർക്ക് ടെസ്റ്റിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് PA എന്ന് വെച്ചാൽ പ്ലാസന്റ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ A എന്ന ഒരു സംഭവമാണ്. നമ്മുടെ കുഞ്ഞിന് ആവശ്യമായ പ്രോട്ടീൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അതിൽ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ റിസ്ക് മെയിനായിട്ട് ഇവിടെ നോക്കേണ്ടത് ഡൗൺ സിൻഡ്രോം റിസ്ക് വന്നിട്ട് 1:50,000 തന്നിരിക്കുന്നത്. ഏജ് നോക്കുമ്പോൾ 1:1320, അതും കുഴപ്പമില്ല. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 1:250 അതിൽ താഴെയാണെങ്കിൽ മാത്രമാണ് ഇത് പ്രശ്നം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ വേറെ ഏജ് റിസ്ക് ഒക്കെ വളരെ കുറവാണ്. പിന്നെ ട്രിസോമി 18, 13 എന്ന് കൊടുത്തിരിക്കുന്നത് ക്രോമസോമിന്റെ ഒരു പ്രശ്നമാണ്. അതും നമുക്ക് ഏകദേശം 1:99,000 ഉണ്ട്. അതും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിന്റെ കട്ട് ഓഫ് വരുന്നത് 1:100 പിന്നെ ഇവിടെ ഡൗൺ സിൻഡ്രോം റിസ്ക് എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് നെഗറ്റീവ് ആണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിസോമിയുടെയും സ്ക്രീനിങ് ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഏജിൽ ഡൗൺ സിൻഡ്രോമിൽ ഇതിൻ്റെയൊക്കെ 1:50,000, അതുപോലെ 1:1,00,000, 1:10,000 എന്നൊക്കെ കാണിക്കും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ റിസൾട്ടാണ് ഞാൻ കാണിച്ചത്. എൻ്റെ സിസ്റ്ററിന് 1:1,00,000 ഫസ്റ്റ് ഡൗൺ സിൻഡ്രോമിൽ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ നോക്കുന്ന സമയത്ത് 1:10,000. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ മൊത്തത്തിൽ കാൽക്കുലേഷൻ ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ഇവിടെ എഴുതിയിട്ടില്ല. സ്ക്രീനിങ് നെഗറ്റീവ്, അതേപോലെ തന്നെ സ്ക്രീൻ നെഗറ്റീവിന് 2 സ്ഥലത്ത് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ല. എൻ ടി സ്കാനിങ് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ഇത് സ്കിപ്പ് ചെയ്യാതെ ശരിയായ സമയത്ത് ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇതൊരു ജനറൽ ഇൻഫർമേഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള പ്രഗ്നൻസി വീഡിയോയ്ക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.